എൻ്റെ പേര് പ്രിയ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് മോത്തിച്ചൂർ ഓറഞ്ച് ചോക്ലേറ്റ് കേക്ക്. ഓക്കെ, ആദ്യം നമുക്ക് ബട്ടർ സോഫ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഓറഞ്ച് ജ്യൂസ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേണ്ടിയ ഓറഞ്ച് ജ്യൂസ് ഒരു 1/2 കപ്പ്. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് കട്ട് ചെയ്ത് ജ്യൂസാക്കുവാണ്. കുറച്ച് ഷുഗർ നമുക്ക് ഓറഞ്ച് സെസ്റ്റ് എടുത്ത് അതിനെ റബ്ബ് ചെയ്ത് കേക്കിലോട്ട് കേക്ക് ബാറ്ററിലിടണം. എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ വരുള്ളൂ. ഓറഞ്ച് സെസ്റ്റ് ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യുവാണ്. 1/4 കപ്പ് ഷുഗർ ഇട്ടിട്ട് നമ്മൾ നല്ലോണം റബ്ബ് ചെയ്യുവാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ സോഫ്റ്റൻ ചെയ്തിരിക്കുന്നതിനകത്തോട്ട് 1/4 കപ്പ് ഷുഗർ. ഇനി നമ്മുടെ റബ്ബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ, നമ്മളുടെ ബ്രൗൺ ഷുഗറും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണേ. മുട്ട, നമുക്ക് ആവശ്യമായ മുട്ട ഒരു ബൗളിലോട്ട് എടുക്കാം. 4 മുട്ട എടുത്തു. മുട്ടയിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാമേ. ഷുഗർ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇടാം. മുട്ട നമുക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാവേ. നമ്മുടെ മൈദ 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇതിനെ നമുക്ക് സീവ് ചെയ്തെടുക്കാം. മുട്ട ബട്ടറിൻ്റെ ബാറ്ററിലേക്ക് ഇടാം. നമുക്കൊരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഒരു പിരിഞ്ഞുള്ള ടെക്സ്ചറെ. ബട്ടർ ബേസ്ഡ് കേക്കാണേ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് മോൾഡ് എടുക്കാമേ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് ലൈൻ ചെയ്തിട്ട് ഇതിലേക്ക് ബാറ്റർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാമേ. ഹലോ മാം. ഇത് 3 കുട്ടി കേക്കുകൾ ഉണ്ടാക്കുകയാണ് അല്ലേ? അതെ, എൻ്റേത് മോത്തിച്ചൂർ ഓറഞ്ച് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതിൽ ഓറഞ്ച് ചോക്ലേറ്റിൻ്റെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് മോത്തിച്ചൂർ ലഡുവിൻ്റേത് റെഡിയാക്കണം. അത് ആക്ച്വലി ഞാൻ ദാന വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. അതൊരു മെത്തേഡാണ്. ഓപ്ഷനുണ്ട്. നമ്മുടെ ഓറഞ്ച് ലഡു ഇല്ലേ, അതിൽ അങ്ങനത്തെ അത് പിന്നെ ഒന്ന് ഇത് ചെയ്താൽ മതി. മിക്സിയിലിട്ട് അടിച്ചിട്ട് അതൊരു ലെയറാക്കി കൊടുത്ത് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ ഫ്യൂഷനാക്കി. ഇനി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ബാറ്റർ 3 പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി അത് ഓവനിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാൻ പോവാണേ. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു. ഇനി അതൊരു 30 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. ആ നേരം കൊണ്ട് നമുക്ക് മോത്തിച്ചൂർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയത് ബേസൻ നമ്മൾ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ഇഡലി മാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ, അധികം ലൂസല്ല അധികം തിക്കും അല്ലാത്ത രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാവേ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിനാവശ്യമായ നെയ്യ് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിക്കാമേ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതായിട്ടുണ്ട്, നമുക്ക് കോരാമേ. നമ്മളിത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കണം. ചൂടാറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ആൽമണ്ട്, കാഷ്യൂനട്ട്, കുറച്ച് വാൾനട്ട്. നമുക്കിനി പഞ്ചസാര പാനി വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്ത് തിളപ്പിച്ച് പഞ്ചസാര ഇടാം. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാമേ. നമുക്ക് പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് നമ്മളുടെ ഇത് ചൂടാറിയിട്ടുണ്ട്. മോത്തിച്ചൂർ ആയിട്ടില്ല. അതിൻ്റെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ചൂടാറിയിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിഞ്ഞോ നമുക്കൊന്ന് നോക്കാമേ. ഓക്കെ, ഇതിനിപ്പോൾ നമുക്ക് പഞ്ചസാര പാനിയിലേക്കിടാം. നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മൂടി വെക്കാം. കുറച്ച് സിസമേ സീഡ്സ്
നമ്മളിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇറക്കി വെക്കാം ചൂടാറാനായിട്ട്. അടുത്ത് നമുക്ക് ചോക്ലേറ്റ് ഗനാശയാണ് വേണ്ടത്. ഗനാശയ്ക്ക് നമുക്ക് 2:1 എന്ന റേഷ്യോയിൽ ചോക്ലേറ്റ് ഗനാശ, ചോക്ലേറ്റും ക്രീമും വെച്ചിട്ട് ഗനാശ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നമ്മളുടെ ചോക്ലേറ്റ് കേക്കിന് ഓറഞ്ച് ചോക്ലേറ്റ് കേക്കാണല്ലോ, അപ്പോൾ അതിന് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. ഓറഞ്ച് ജ്യൂസ് കുറച്ച് ഷുഗറും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. ഓറഞ്ച് ജ്യൂസ് ആകുന്ന നേരം കൊണ്ട് നമ്മുടെ കേക്കിനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവേ. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ കേക്കിൻ്റെ ഡോമെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രീം ചൂടായിട്ടുണ്ട്. നമുക്കിത് ചോക്ലേറ്റിനകത്തോട്ട് ഒഴിക്കാം. ഓറഞ്ച് സിറപ്പ് സോക്ക് ചെയ്യുവാണേ. നമ്മൾ സ്പഞ്ചിൽ ഓറഞ്ച് സിറപ്പ് സോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാമേ. ചോക്ലേറ്റ് ഗനാശെ, അടുത്ത ഫില്ലിങ് നമുക്ക് കൊടുക്കാവേ. ഓക്കെ, അഗൈൻ ട്രിവാൻഡ്രം. ഇപ്രാവശ്യമാണ് കൂടുതൽ ട്രിവാൻഡ്രംകാരെ കാണുന്നത് നമ്മൾ ഈ കോമ്പറ്റീഷൻ. അപ്പോൾ പ്രിയ ഒരു എന്താ തോന്നിയത് കണ്ടിട്ട്? 3 ലെയർഡ് കേക്ക് പോലെ അല്ലേ? ഇതാണ് ഞാൻ ചോദിച്ച മോത്തിച്ചൂർ. അതെ, മോത്തിച്ചൂർ ഷീ മെയ്ഡ് ഇറ്റ് ഇവിടെ. പിന്നെ ഓറഞ്ച് ചോക്ലേറ്റ് ആണ്. ഓറഞ്ച് ചോക്ലേറ്റ്. ഇതിൽ പിന്നെ ഒരു ഇന്ത്യൻ മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ അതെ അതെ, ഇന്ത്യൻ മോത്തിച്ചൂർ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദിവാലി സ്വീറ്റ് മോത്തിച്ചൂർ. അതിൻ്റെ കൂടെ നമ്മളുടെ വെസ്റ്റേൺ ഓറഞ്ച് ചോക്ലേറ്റ്, ഇന്ത്യൻ വെസ്റ്റേൺ ഫ്യൂഷൻ. ചോക്ലേറ്റ് കേക്ക് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. മോത്തിച്ചൂർ ഇത് ഫ്യൂഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. ഹോം ബേക്കർ ആണ്. അതെ അതെ. എത്ര വർഷമായി? 4 വർഷമായതേ ഉള്ളൂ. എന്തെങ്കിലും പേരുണ്ടോ നിങ്ങളുടെ ഇതിന്? പേര് സൂസൻസ് കേക്ക് സ്റ്റുഡിയോ, മുക്കോലക്കൽ, സെന്റ് തോമസ് സ്കൂളിന്റെ അടുത്ത്. ഇതിലിപ്പോ കേക്ക്സ് ഒന്നും സോക്കിംഗ് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. സോക്കിംഗ് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഫ്ലേവർ ആ കറക്റ്റ് അല്ലേ? അതെ അതെ. ഒരു ന്യൂ ഐഡിയ, ന്യൂ എക്സിക്യൂഷൻ ആണ് അല്ലേ? പ്രതീക്ഷയുണ്ടല്ലോ. പ്രതീക്ഷിച്ച പോലെ വന്നു എന്നറിയില്ല. നമ്മളാണല്ലോ ഇപ്പൊ കഴിക്കാൻ പോണ ആൾക്കാർ. അതെ അതെ. ഇതാണ് അപ്പം നമ്മളുടെ മോത്തിച്ചൂർ ഓറഞ്ച് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ ജഡ്ജസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അറിയാം.